വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതുകൂടി അതിൻ്റെ ഒപ്പം അരച്ചെടുക്കുക. ഇനി ആവശ്യമുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു അളവിലാണ് കുഴച്ചെടുക്കേണ്ടത്. കുറച്ചായി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടിപ്പോകരുത്. ഈ ഒരു ലെവലിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചെറിയ ബോൾസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ഒരു ലെവലിലാണ് ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റണം. ഈ ഒരു ആവിയിലിരുന്ന് തന്നെ നമ്മുടെ ബോൾസ് എല്ലാം നല്ലതുപോലെ വെന്ത് വരണം. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ റെഡ് കളറൊക്കെ മാറിയിട്ട് നല്ല ഓറഞ്ച് കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പാൻ ചൂടാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കടുക് പൊട്ടിച്ചെടുക്കുന്നു. കടുക് പൊട്ടി വന്ന ശേഷം നമ്മൾ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നല്ല ബീറ്റ്റൂട്ട് ബോൾസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ്. നമ്മൾ നല്ലതുപോലെ ചെരുകി വെച്ചിരിക്കുന്ന ഈ തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ബോൾസിലെല്ലാം നല്ല പിടിച്ച് ആ തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു.